അടുത്ത വർഷം മോദി റിട്ടയർ ആകും. പിന്നെ ഈ മോദി ഗ്യാരണ്ടി ആര് നടപ്പാക്കും? ഇത് ഇന്നലെയും പറഞ്ഞു, ഇന്നും ആവർത്തിക്കുന്നുണ്ട്. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നതിന്റെ സൂചനയായിട്ട് ഇന്നലെ 2 മണിയോടുകൂടി കേജ്രിവാൾ 1 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നു. 2 മണിയോടുകൂടി തന്നെ അമിത്ഷായുടെ പ്രതികരണം വരുന്നു. എന്താണ് മോദി മിണ്ടാത്തത് എന്നാണ് ഇന്ന് കേജ്രിവാൾ ചോദിക്കുന്നത്. എന്താണ് മറുപടി? സ്മൃതി, ഇവിടെ ഇപ്പോൾ ഷൈബു മഠത്തിൽ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പല വർഷങ്ങളായി കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു പുതിയ കുപ്പിയിൽ വെച്ച് ഇപ്പോൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ കേജ്രിവാളിന് മറുപടി പറയാൻ അല്ലെങ്കിൽ അതൊരു തലപ്പൊക്കത്തിൻ്റെ കൂടി വിഷയം അതിനകത്തുണ്ട് സ്മൃതി. പിന്നെ അദ്ദേഹം പറയുന്ന ആശങ്ക, നരേന്ദ്രമോദി റിട്ടയർ ചെയ്താൽ എന്ത് ചെയ്യും? എനിക്ക് അവരോട് പറയാനുള്ളത്, ഒരു നരേന്ദ്രമോദിയല്ല, ആയിരക്കണക്കിന് നരേന്ദ്രമോദികളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഈ ഗ്യാരണ്ടിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്മൃതി, അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്? ഞാൻ ചോദിക്കട്ടെ, 10 വർഷം മുമ്പ് AAP എന്ന് പറയുന്ന പ്രസ്ഥാനം ഉടലെടുത്തത് എന്തിനായിരുന്നു? അവർ അഴിമതിക്കെതിരായിരുന്നു അവരുടെ പടപ്പുറപ്പാട്. നോക്കൂ, ഈ അദ്ദേഹത്തിൻ്റെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ കോൺഗ്രസ് പ്രതിനിധി ശബരിനാഥൻ്റെ ഡൽഹിയിലെ PCC അധ്യക്ഷൻ അനിൽ ചൗധരിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കേസ് ഉന്നയിക്കുന്നത്. നോക്കൂ, 10 വർഷം കൊണ്ട് ഒരു പാർട്ടി എവിടെ എത്തിയിരിക്കുന്നു? അവരുടെ 9ാമത്തെ ഗ്യാരണ്ടിയാണ് അഴിമതി മുക്തമാക്കും ഭാരതം എന്നുള്ളത്. എന്നെ ഏറ്റവും അധികം രസിപ്പിച്ച അവരുടെ ഇതിനകത്തുള്ള അവരുടെ ഗ്യാരണ്ടിയാണ് അഴിമതി മുക്തമാക്കും. അമാനുള്ള ഖാൻ 10 വർഷമായിട്ട് ഈ പാർട്ടി ഇടപെടട്ടെ. താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാം, അത് BJPയുടെ സ്ഥിരം വാദങ്ങളാണ്. 3 ദിവസമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഗ്യാരണ്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഡൽഹിയിലും പഞ്ചാബിലും ഈ പറഞ്ഞ ഗ്യാരണ്ടികൾ ഞങ്ങൾ നൽകിയിരുന്നു, ഈ പറഞ്ഞ ഗ്യാരണ്ടികൾ നടപ്പാക്കി. സൗജന്യ വൈദ്യുതി ഗ്യാരണ്ടിയായിരുന്നു, നടപ്പാക്കി. 24 മണിക്കൂർ വൈദ്യുതി ഗ്യാരണ്ടിയായിരുന്നു, നടപ്പാക്കി. സർക്കാർ സ്കൂളുകൾ ഉന്നത നിലവാരത്തിലാക്കും, ഗ്യാരണ്ടിയായിരുന്നു, നടപ്പാക്കി. അപ്പോൾ അത് രാജ്യത്താകമാനം നടപ്പാക്കാൻ പോകുന്നു. ഇതിപ്പോൾ 3 നടപ്പാക്കിയ കാര്യങ്ങൾ പറഞ്ഞത്. ഇനിയുമുണ്ട്, അതിന് കൂടിയാണ് ഈ 10 പറയുന്നത്. പറഞ്ഞത് നടപ്പാക്കും എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത്. സ്മൃതി, സാധാരണ ഒരു ചർച്ചയിൽ ആദ്യത്തെ 5 മിനിറ്റിനകത്ത് ആങ്കർമാർ സാധാരണ തടസ്സപ്പെടുത്താറുള്ള അനുഭവമില്ല. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം അറിയുന്നത്. ഏറ്റവും വലിയ ആപ്പിൻ്റെ ഗ്യാരണ്ടി എന്തായിരുന്നു? അഴിമതിയായിരുന്നു. 10 വർഷം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അമാനുള്ള ഖാൻ ജയിലിലാണ് മേഡം, വഖഫ് ബോർഡ് അഴിമതി. സത്യേന്ദ്ര ജെയിൻ അഴിമതിയുമായി ജയിലിലാണ്. മണി സിസോദിയ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. സഞ്ജയ് സിംഗ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. വൈദ്യുതി വിതരണ അഴിമതി, ജലവിതരണ അഴിമതിയുമായി ബന്ധപ്പെട്ട് താഹിർ ഹുസൈൻ വർഗീയതയുടെ പേരിൽ, കൂട്ടക്കൊലയുടെ പേരിൽ ജയിലിലാണ്. 9ാമത്തെ ഗ്യാരണ്ടിയാണ് അഴിമതി മുക്തമാക്കുമെന്ന്. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഇവരുടെ ക്രെഡിബിലിറ്റി എന്താണ് സ്മൃതി? ഒരു പ്രസ്ഥാനത്തിൻ്റെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വരണമെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി എത്താവണം. പിന്നെ താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചു, ഇവിടെ പറഞ്ഞു മോഡിക്ക് ഭയമാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത്, AAPയുടെ ഇദ്ദേഹത്തിൻ്റെ കേജ്രിവാളിൻ്റെ നല്ല കാലത്ത് BJPയോട് പടപൊരുതിയിട്ട് ഒരു MP ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഒരു കൊടും ക്രിമിനലിന് ലഭിച്ച പരോളിനപ്പുറത്തേക്ക് ഇതെന്ത് ക്രെഡിബിലിറ്റിയാണ് ഉണ്ടാക്കുക എന്ന കാര്യം ഒരു പക്ഷേ നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും, അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം കിട്ടാനെന്നാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും അത്ര വിഡ്ഢികളാണെന്നോ നിങ്ങളും ഞാനും കരുതുന്ന മാതിരി അത്ര ബോധമില്ലാത്തവരാണെന്ന വിശ്വാസം നമുക്കില്ല. ഒരു പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളാനും അതിൻ്റെ അരിച്ചു നോക്കി അതിൻ്റെ ക്രെഡിബിലിറ്റി അളക്കാനും ഒക്കെയുള്ള ജനാധിപത്യ ബോധവും വിവേചന ശക്തിയും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് AAPയുടെ ഞങ്ങളുടെ ഇന്ത്യയുടേതല്ല എന്ന് പറഞ്ഞ് പലർക്കും താല്പര്യം. ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകി പുറത്തുവിട്ടിരിക്കുന്നത് കേജ്രിവാളിന്റെ ഹർജിയിലല്ല എന്നുള്ള കാര്യവും താങ്കൾക്കറിയാമല്ലോ. കോടതി അത് സ്വയമേവ ചെയ്ത കാര്യമാണ്. സഞ്ജയ് സിംഗിന് ജാമ്യം നൽകുമ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള കാര്യം തെളിവില്ല എന്നുള്ളതാണ്. തെളിവുകൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തെളിവില്ലാതെയാണ് താങ്കൾ ഈ പറയുന്ന കൊടും ക്രിമിനൽ എന്ന വാദം. 100 കോടിയുടെ കണക്കൊക്കെ പറയുന്നു. ഇതുവരെ ഒരു തെളിവും കേജ്രിവാളിനെതിരെയില്ല. അപ്പോൾ കേസിലേക്ക് നമ്മൾക്ക് വീണ്ടും പോകേണ്ടതില്ല. അദ്ദേഹം ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹം കൊടുത്ത ഹർജിയിലല്ല. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നു. നിങ്ങൾ പെരുങ്കള്ളൻ, ക്രിമിനൽ എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ കേജ്രിവാൾ അതിനും മറുപടി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊക്കെ നിങ്ങൾ നേരത്തെ വിളിച്ചിരുന്ന പല നേതാക്കളും നിങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിയപ്പോൾ കൊടും ക്രിമിനലുകൾ അല്ലാതായി, കള്ളന്മാരല്ലാതായി. അതിനെന്താണ് മറുപടി എന്നുള്ളതാണ് ചോദിക്കുന്നത്.
ശരി, ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ അനിൽകുമാർ. അല്ല സ്മൃതി, പറയൂ, കോടതി പറഞ്ഞോളൂ. അല്ല, കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടാണോ പുറത്തുവിട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല സ്മൃതി. ഇടക്കാല ജാമ്യത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്, ഹർജി കൊടുത്തിട്ടല്ല. മാത്രമല്ല അദ്ദേഹത്തോട് 2-ാം തീയതി മടങ്ങാനും പറഞ്ഞു. ആയിക്കോട്ടെ, ഇടക്കാല ജാമ്യമാണല്ലോ. ശരിയാവാം. അല്ല, ഇടക്കാല ജാമ്യം പറയുന്നത് എന്താ? അദ്ദേഹമായി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗികവാദി ഉപയോഗിക്കരുത്, പാർലമെന്റ് നിയമസഭയ്ക്കകത്തേക്ക് എത്തി നോക്കരുത്, സാക്ഷികളെ കാണരുത്, ഇത് കേസിൽ കുറ്റം, ഇത് കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധിയായി ധരിക്കരുത്. ഇതിന്റെ അർത്ഥം എന്താ? താങ്കൾ പറഞ്ഞോളൂ, അർത്ഥം പറഞ്ഞോളൂ. അല്ല, ഞാനല്ലല്ലോ അദ്ദേഹം ഇറങ്ങിയത് ഭരിക്കാനല്ല, അദ്ദേഹം ഇറങ്ങിയത് പ്രചാരണത്തിനാണ്. പരീക്ഷയൊന്നുമല്ലല്ലോ. അല്ലല്ല, ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് പ്രചാരണത്തിനാണ്. പ്രചാരണത്തിനായി ഇതുപോലൊരു രാഷ്ട്രീയ നേതാവിനെ പുറത്തിറങ്ങേണ്ടതുണ്ട്, തെരഞ്ഞെടുപ്പിൽ തുല്യനീതി നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് കോടതിയാണ്. നിങ്ങൾ വിളവെടുപ്പുമായി ഇതിനെ താരതമ്യം ചെയ്തു. വിളവെടുപ്പ് ഉത്സവം പോലെയല്ല തെരഞ്ഞെടുപ്പ് ഉത്സവം, അത് 5 വർഷത്തിൽ വരുന്നതാണ്, അതിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കിയത്. നമ്മൾ ഈ കോടതിയിലെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതല്ലേ. അപ്പോൾ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ ഗ്യാരണ്ടിയെ എങ്ങനെ ഖണ്ഡിക്കാമെന്നുള്ള ആലോചിക്കൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.